ഞാൻ ചെയ്ത 2-2.5 കോടി ചെറിയ കുഞ്ഞു പടങ്ങളാണ്. എന്റെ സിനിമ ചെയ്തിട്ട് മണി ലോണ്ടറി ആണെങ്കിൽ ഇത്തരം കള്ളപ്പണം വെള്ളപ്പണം ആക്കണമെങ്കിൽ അത്ര ഗതികെട്ടവൻ ആരാണെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. വലിയ സിനിമകൾ എടുക്കുന്നവർ, വലിയ സിനിമ ഫണ്ട് ഫ്ലോ ചെയ്യുന്ന സിനിമകൾ, ഞാൻ പറഞ്ഞ 30 കോടിയുടെ 50 കോടിയുടെ 60 കോടിയുടെ 100 കോടിയുടെ സിനിമകൾ ഇപ്പൊ വരുന്ന പല വലിയ സ്കെയിലുള്ള സിനിമകൾ, അവിടെയല്ലേ ഇത്തരത്തിലുള്ള ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ തന്നെ. കാരണം എനിക്ക് അപ്പോഴും അറിയില്ല, കാരണം അത്തരത്തിലുള്ള വലിയ സിനിമകൾ ഞാൻ ചെയ്തത് വർഷങ്ങൾക്ക് ശേഷം മാത്രമാണ്. അപ്പൊ ആ സിനിമയിൽ എന്റെ സുഹൃത്താണ് പ്രൊഡ്യൂസർ, അവന്റെ കയ്യിൽ കള്ളപ്പണം പോയിട്ട് ഒരു പണമില്ല. കാരണം നമ്മൾ ചോദ്യം ചോദിക്കുമ്പോൾ വെച്ചാൽ പലപ്പോഴും ഇതൊക്കെ പല ആൾക്കാരും, മലയാള സിനിമയിലെ ആൾക്കാർ കയ്യിൽ രൊക്കം പൈസ വെച്ചിട്ടല്ല, അവര് ഫിനാൻസിനും ഇതിനൊക്കെ എടുത്തിട്ടാണ് അവർ കഷ്ടപ്പെട്ടിട്ടാണ് സിനിമ എടുക്കുന്നത്. പിന്നെ എങ്ങനെയാണ് കള്ളപ്പണം ഈ ഫിനാൻസിന് എടുത്തിട്ട് വരുന്ന സിനിമയും കൊണ്ട് അവരെന്ത് കള്ളപ്പണത്തിനാണ് നമ്മൾ പറയാൻ പറ്റുക? അപ്പോൾ ഒരു സംശയത്തിനുള്ള മറുപടിയും സിനിമാ ലോകത്തെക്കുറിച്ച് സാധാരണക്കാർക്കിടയിലുള്ള ഒരു വലിയ സംശയമാണ്. അതായത് കള്ളപ്പണം വെളുപ്പിക്കാനുള്ള ഒരു മാധ്യമമാണ് സിനിമയെന്ന്. അല്ല എന്ന് പറയുന്നില്ല, പക്ഷേ ബിഗ് ബഡ്ജറ്റ് ചിത്രങ്ങളിലാണ് ഇത് കൂടുതലും ഉണ്ടാകുന്നതെന്ന് വളരെ വ്യക്തമായി പറഞ്ഞുകൊണ്ടുള്ള ഒരു ബൈറ്റാണിത്. എല്ലാവരും തീർച്ചയായിട്ടും ഇത് കാണുക, ശ്രദ്ധിക്കുക. ഇത് 100% ഒരു ശരിയുണ്ട്. 2 കോടിയുടെ സിനിമയിലൊന്നും ആർക്കും ഒന്നും വെളുപ്പിക്കാനില്ലെന്നേ. 30, 50, 100 കോടി ചിത്രങ്ങൾ അതുതന്നെയാണ് നടക്കുന്നത്.